നമ്മൾ സംസാരിക്കുന്ന Zubin translate. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the Lord's name be glorified. തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം ഒരു അവസരം കൂടി തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for giving me another opportunity to stand before you to minister from the word. ദൈവവചനം സംസാരിച്ച് അല്ലെങ്കിൽ പ്രസംഗിച്ച് വലിയൊരു പ്രാപ്തിയുള്ള ആളാണ് ഞാൻ എന്ന് അല്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. Everybody is aware that I am not very capable speaker. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ഈ നാളുകൾ എനിക്ക് തന്ന ചില ചിന്തകൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. However, I rely on God's grace and would like to share some thoughts that the Lord has given me. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I request your prayers. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. Let us all sit prayerfully. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത യാതൊരു വാക്കും എന്നിൽ നിന്ന് ഉണ്ടാകുവാൻ ഇടയാക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Let no word that displeases God come out of my mouth is what I pray. ഇപ്രകാരം ഒരു കഥ ഞാൻ ഈ അടുത്ത സമയം വായിക്കുകയുണ്ടായി. I read a story this way. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വിളിച്ച് അവരോടായി പറഞ്ഞു. അതിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിയുടെ കയ്യിലൊരു വൈറ്റ് പേപ്പർ കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇതിൽ ഒരു കൊത്തിടുക. A teacher was speaking to his students. He called one of his students and gave him a piece of paper and told him to put a dot on it. ആ കുട്ടി അതിലൊരു കുത്തിട്ട് ആ പേപ്പർ മടക്കി അധ്യാപകൻ്റെ കയ്യിൽ കൊടുത്തു. That student put a dot on the paper, folded it and gave it to the teacher. അധ്യാപകൻ ആ കുട്ടിയെ അഭിനന്ദിച്ച ശേഷം ക്ലാസ് തുടർന്നു. The teacher thanked him and continued with his class. ആ പേപ്പർ ലഭിച്ചതിന് ശേഷം അധ്യാപകൻ മറ്റുള്ള വിദ്യാർത്ഥികളോടായി പറഞ്ഞു, ആ പേപ്പർ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പേപ്പറിൽ നിങ്ങൾ എന്ത് കാണുന്നു? After receiving the paper, he opened the paper, showed it to the other students and asked them, what do you see in this paper? ആ ക്ലാസ്സിലെ കുട്ടികൾ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു, ഞാൻ അതിലൊരു കുത്ത് കാണുന്നു, ഞങ്ങൾ അതിലൊരു കുത്ത് കാണുന്നു. All the students except for one said, we all see a dot in it. നമ്മളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിലും നാമും ആ ഭൂരിഭാഗം കുട്ടികളോടുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കും നമ്മുടെ ചിന്താഗതി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. If you think about it, all of us fall under that same category of all the children who see the dot. ആ അധ്യാപകൻ ആ കുട്ടിയുടെ വിശാലമായ ചിന്താഗതി ആ ഒരു വിദ്യാർത്ഥി മാത്രം പറഞ്ഞു, ഞാൻ അതിൽ വെളുത്തൊരു പ്രതലം കാണുന്നു, അതിൽ കുത്ത് കാണുന്നില്ല, വെളുത്തൊരു പ്രതലമാണ് ഞാൻ അതിൽ കാണുന്നത്, ഒരു വൈറ്റ് സർഫസ്. But the one child who did not say that he saw a dot, he said that he just sees a white surface. അതായത് ആ കുട്ടിയുടെ വിശാലമായ ചിന്താഗതിയാണ് അതിനങ്ങനെ ആ കുട്ടിയെ അങ്ങനെ പറയുവാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. His heart is what we see from the response that he gave. നമ്മളുടെ ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിലും പലപ്പോഴും നാം മറ്റുള്ള വ്യക്തികളെ നോക്കുമ്പോൾ അവരിലെ കറുത്ത വശം അല്ലെങ്കിൽ അവരിലെ കുറ്റകരമായ ഒരു ചിന്ത, ഒരു അവസ്ഥ നാം അത് കണ്ട് അതിനെ പ്രത്യേകമായിട്ട് എംഫസൈസ് ചെയ്യാനാണ് നാം പലപ്പോഴും ശ്രമിക്കാറുള്ളത്. Most of us, when we look at somebody, we look at that one black dot or the shortcoming in a person, and that's what we emphasize on. അതെ, മറ്റുള്ളവരുള്ള കുറ്റങ്ങളും കുറവുകളും കാണുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കാറുള്ളത്. We look at people's mistakes and their shortcomings, and that's what we give importance to. ഒരുപക്ഷെ മറ്റുള്ളവരിൽ അതൊരു ശത്രുവോ മിത്രമോ ആരും ആയിക്കൊള്ളട്ടെ, അവരിൽ പലപ്പോഴും നല്ല വശങ്ങളുണ്ട് എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതാണ്. We all need to remember, be it a friend or a foe, that there could be a good thing or a bad nature in them. Okay. എന്നാൽ നാം പലപ്പോഴും ആളിൻ്റെ ബലഹീന വശം മാത്രമാണ് കാണുവാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മളുടെ ബന്ധത്തിൽ പലരുടെ ബന്ധത്തിലും അത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. All of us look at only the weakness or the shortcoming on that brother or sister's part. ആ വ്യക്തിയിൽ ഒരുപക്ഷെ നിരവധി നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം. There may be numerous wonderful attributes of that person. എന്നാൽ നാം ആ വ്യക്തിയിലുള്ള ബലഹീന വശം മാത്രമാണ് നാം അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. But all of us always emphasize on that weakness or shortcoming. ഇതൊരു നല്ല പ്രവണതയല്ല എന്നാണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്ന സംഗതിയാണ്. This is not a good trend. Trend is what we understand.
ഒരു കയ്യടി അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നാം ആ വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ ഓക്കെ കാര്യമാണ്. If we encourage that brother or sister by giving by clapping for him, ഒരു പ്രോത്സാഹനത്തിന് തലോടൽ എൻകറേജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും മറ്റ് നിരവധി ഗുണകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള സാധ്യതകൾ ധാരാളമാണ്. Instead, if we encourage that brother or sister, we will see much more goodness come out of that brother or sister. മറിച്ച് ആ വ്യക്തിയിൽ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ ആ വ്യക്തി എന്നേക്കുമായി ഒരുപക്ഷെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെയാണ്. But instead, if we discourage that person, what happens is we're going to end up losing that person for life. മറ്റുള്ളവരുടെ കഴിവുകളെ നാം മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ അത് എത്രയോ നല്ല ഒരു കാര്യമാണ്. If we understand somebody's talents and if we encourage it, that is a very good thing. പലപ്പോഴും നാം അതിന് മുതിരാറില്ല എന്നുള്ളതാണ് വസ്തുത. Many a times we don't even try that. ഒരുപക്ഷെ അത് നമ്മുടേതായിട്ടുള്ള ഒരു അസൂയയിൽ നിന്നാണോ അത് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. We don't know if it is because of the jealousy within our hearts that this happens. എന്നെ കൊണ്ട് അത് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, മറ്റൊരാൾ അത് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു അപകർഷതാ ബോധമാണോ ആ വ്യക്തിയെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിലെ ബലഹീന വശം കാണുമ്പോൾ ഒരുപക്ഷെ എന്നെക്കൊണ്ടത് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അപകർഷതാബോധം, ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവരുടെ ചീത്ത വശം കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. We really don't know if it is a guilt that we are not able to do something on similar lines that makes us find faults with someone else. എന്തായാലും അതൊരു നല്ല പ്രവണതയല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Anyways, that is not a good trend. കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. As much as possible, we need to understand what the other person's talent is and encourage that person. ഒരുപക്ഷെ ഈ സംഭവത്തിലെ ആ ഒരു കുട്ടി ആ അധ്യാപകൻ പ്രോത്സാഹിപ്പിച്ചത് നിമിത്തമായിരിക്കാം ഒരുപക്ഷെ പിന്നീട് ആ വ്യക്തി ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുവാൻ ഇടയായി. So the story that we just heard, it may be because of the encouragement that dear student got from his teacher that led him to become the general secretary of United Nations, which governs a lot of a major part of the world. Yeah, right. അദ്ദേഹത്തിൻ്റെ പേര് പക്ഷേ നമ്മൾക്ക് പലർക്കും അറിയാവുന്ന സംഭവമായിരിക്കാം ഇതെങ്കിൽ തന്നെയും ഇത് വളരെ കാലോചിതവും ആയ ഒരു കാര്യമായതിനാൽ ഞാൻ എടുത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് കോഫി അനൻ. What we just heard, the story was about Kofi Annan, who it is an old story. I just wanted to remind all of us of him. വളർന്നു വരുന്ന തലമുറയെ അവരിലെ നല്ല വശങ്ങൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ വിശേഷം കുട്ടികളിലെ കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയാണ്. If we understand the talents of the next generation and encourage them, we will see more. We will see them bear much fruit in the future. ഒരുപക്ഷെ മറിച്ച് അവരെ നാം ശാസിക്കുകയും എല്ലാത്തിനും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വരികയാണെങ്കിൽ ആ കുട്ടി എന്നേക്കുമായി ഒരുപക്ഷെ പിന്മാറ്റത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവനിൽ നിന്ന് യാതൊരു നല്ല ഫലവും പുറപ്പെടാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരുവാനും ഇടയാകും. Instead, if we resort to discouraging them or judging them, we will see that they will bear no fruit in the future. നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങളാണ്. We are all washed, separated and have been called by the precious blood of our Lord Jesus Christ. എന്നാൽ തന്നെയും നാം ആരും തന്നെ പെർഫെക്റ്റ് അല്ല. With that being said, none of us are perfect. അതായത് എല്ലാം തികഞ്ഞവരല്ല എന്നർത്ഥം. None of us are complete or perfect. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഈ ലോക ചുറ്റുപാടിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ കുറവുകൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെയാണ്. When we live in this world, in the surrounding, there is every possibility of weakness or shortcomings entering into our own lives. ഒരുപക്ഷെ ഒരു വ്യക്തി ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം അറിയാം, വേറെ ആരും ശ്രേഷ്ഠരല്ല എന്നുള്ളൊരു ചിന്താഗതി ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായിരിക്കും. If any of us, including me, if I think I'm the greatest of everyone, that will be my first step towards a downfall.
എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തിലും അവനിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ഈ ബലഹീന അവസ്ഥകളിൽ നിന്ന് നമുക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതും വസ്തുതയാണ്. It is a fact that if we trust in the Lord Jesus Christ and His Word, we can overcome all of these weaknesses. അതെ, നാം എല്ലാവരും ഇത്തരം ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അവരുടെ കുറവുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ആ സഹോദരനെ ആ സഹോദരിയെ ഒന്ന് ഒപ്പം ചേർത്ത് നിർത്തി, അവരുടെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ ഒപ്പം ചേർത്ത് നിർത്തി ഒരു നല്ല വാക്ക് പറയുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ധാരാളം നല്ല ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. In spite of a fact of a person being weak or having a shortcoming, if you hold that person close and encourage him, we will see that that person will become fruitful. പകരം ആ വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നാം ഏർപ്പെടുന്നതെങ്കിൽ ആ വ്യക്തി ഒരുപക്ഷെ എന്നേക്കുമായി നയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. But instead, if we try to contend with that person, what we will do is we will forever lose that. ഈ ചെറിയ സംഭവത്തിലെ വസ്തു, ഞാൻ മുമ്പ് കേട്ട ആ അനുഭവ കഥയിലെ വസ്തുതകൾ വളരെ വാസ്തവമായിട്ടിരിക്കുന്നു നമ്മോടുള്ള ബന്ധത്തിലും എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. The story that we just heard, it really applies to all of us. ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മിൽ തന്നെയും പലപ്പോഴും ഈ കുറവുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. All these weakness and shortcomings, this particular aspect, it happens to us believers as well. മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം വളരെ ശ്രേഷ്ഠമായിട്ട് തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. The creation of man or the human being is one of the greatest of God's creations. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസി എന്ന് പറയുമ്പോൾ അതിലും അതിശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. But when we become a believer, we become even greater than the creation that we already are. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തു വിശ്വാസികളിൽ നിന്ന് എത്രയോ അധികമായിട്ടുള്ള നല്ല ഫലങ്ങളാണ് പുറപ്പെടേണ്ടത്. In that case, how much more goodness or encouragements or talent should come out of us? മറിച്ച് അങ്ങനെയുള്ളവരിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നമ്മുടെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. But if instead of all that, if we discourage somebody and if such bad trends try to continue, it will sad our God. It will cause a lot of sadness to our Lord. അതവൻ ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാര്യം നമ്മെ അവൻ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ മക്കളാക്കി തീർത്ത് ഉന്നതമായ ഒരു പദവിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവന് പ്രസാദകരമായ രീതിയിലുള്ള കാര്യങ്ങൾ നാം ഏർപ്പെടുവാൻ മുതിരണം. He has brought us and kept us in such a great position that He will not withstand such a behavior from us. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. In His own image He created us. He created us in His own image. നമ്മെ കൊണ്ട് ദൈവത്തിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ ഈ ഭൂമിയിലാക്കി സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതിന് വലിയ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയും. The Lord has a great plan for us through our creation. അവനെ പോലെ ജീവിക്കുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല എങ്കിൽ തന്നെയും നാം ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന് അനുരൂപമായി അവൻ്റെ ഇമേജിനെ പ്രകടിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതും സത്യമാണ്. The Lord intends for us to be like Him or live like Him, even though it is not possible many a times, but that is what God intends from each of us. മധുര ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി തോട്ടങ്ങളായിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. God has made us like the sweet vineyard in this world. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം കയ്പിൻ്റെ അനുഭവങ്ങളാണ് എന്നുള്ളതാണ് വസ്തുതയായിരിക്കുന്നത്. But it is sad that the fruit that proceeds from us is something that is sour and not sweet. തിരുവചനത്തിൽ മുന്തിരിയെപ്പറ്റി മുന്തിരിത്തോട്ടത്തെപ്പറ്റി നിരവധി കാര്യങ്ങൾ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. In the word of God, the Holy Spirit has revealed to us many things about the vine and the vineyard. ഒരുപക്ഷെ അത് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ മുന്തിരിത്തോട്ടവും വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. It may be referring to Israelites and how a vine or vineyard is so closely knit with their culture. മുന്തിരി കൃഷി എന്ന് പറയുന്നത് അതായത് അവരുടെ മേജർ കൾട്ടിവേഷൻ ആയിരുന്നു. It is said that the major cultivation for Israelites was vineyards. ഒരുപക്ഷെ അതുപോലെ തന്നെ ആയിരിക്കാം അവർ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിന് കൂടുതൽ പരിചരണം നൽകുന്ന
ചുറ്റുപാടുകൾ നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Maybe that is the reason why they were trained more in maintaining a vineyard. നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും മുന്തിരിയെ പറ്റിയുള്ള നിരവധി റെഫറൻസസ് നമുക്ക് കാണുവാൻ കഴിയും. There are many references in the Old and New Testament of the Bible with regards to a vineyard. നമ്മുടെ കർത്താവ് തന്നെ പല ഉപമകളായും മറ്റും വിവിധ ഇടങ്ങളിൽ തിരുവചനത്തിൽ മുന്തിരിത്തോട്ടത്തോടുമുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പരാമർശിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. We see our Lord Jesus Christ himself using a vine or a vineyard in many of his parables. ഉത്തമ ഗീതത്തിൽ ഇത്തരം ഒരു പരാമർശം ഉള്ളത് നമുക്ക് വായിക്കാം. Songs of Solomon. We see one example in the Songs of Solomon. 1-ാം അധ്യായം 6-ാം വാക്യം, അതിന്റെ അവസാന ഭാഗം. Chapter 1 and verse 6, the second part. Read man. They may be the keeper of vineyards, but my own vineyard have I not kept. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാണ്. That's the first. They may be the keeper of the vineyards, but my own vineyard have I not kept. സുന്ദരിയെങ്കിലും കറുത്തിരുണ്ട ഒരു സ്ത്രീയെ പറ്റി നാം ഇവിടെ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. We read about a woman who was dark skinned, but she was very beautiful. കറുത്തവളെങ്കിലും കേദാര കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശ്ശീലകളെ പോലെയും ഭംഗിയുള്ളവളായിരുന്നു അവൾ. Even though she was dark skinned, she was very beautiful, like the cedars. എന്നാൽ ലോക വെയിൽ ഏറ്റ് അവൾ കറുത്ത് വിരൂപയായി തീരുകയും അവളുടെ സ്വന്തം സഹോദരന്മാർ അവരെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവൽ ആക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും. But she was because she was under the sun or working under the sun, she became dark skinned. സ്വന്തം തോട്ടം കാക്കാത്ത അവൾ ഇന്ന് അന്യരുടെ തോട്ടത്തിന് കാവൽക്കാരിയായി മാറി. She who did not take care of her own vineyard became the keeper of someone else's vineyard. ഇവിടെ നമുക്ക് കയ്പിന്റെ ഒരു അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. We see a sourness here or a bitterness here. അതുപോലെ തന്നെ ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന മറ്റൊരു മുന്തിരിവള്ളിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. We see something similar in the book of Hosea chapter 10 and verse 1. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. 2-ാം വാക്യം. ഇസ്രായേൽ 1-ാം വാക്യമാണ് നാം വായിച്ചത്. ഇസ്രായേൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണെങ്കിലും അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ ബഹുത്വത്തിനനുസരിച്ച് ബലിപീഠങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. We read here, Israel is an empty vine, he bringeth forth much fruit, he increased the altars. ദൈവത്തിൻ്റെ ജനം എന്നറിയപ്പെടുന്ന അവർ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സൗഭാഗ്യത്തിൽ അഹങ്കരിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. Israelites who are called the people of God, they took pride in their everything, in everything that they did. ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. എല്ലാ സമൃദ്ധിയുടെയും മുമ്പിൽ അവർ ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. In midst of all these goodness and blessing, they forgot God. അതായത് അവരുടെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവർ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. According to the multitude of their fruit, they increased the number of altars. ഇവിടെ അവരുടെ പ്രവൃത്തി മൂലം അവരും ഒരു കയ്പിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Because of their actions, you see that they enter into a state of bitterness. 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. അവന് അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. ഒടുവിലൊരു ഗോപുരം പണിത് ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടും മുന്തിരിങ്ങ. Verse 2. Same Isaiah chapter 5 verse 2. Isaiah chapter 5 and verse 2 says this. And he fenced it and gathered out the stones thereof and planted it with the choicest wine and built a tower in the midst of it and also made a winepress therein. ദൈവം വളരെ ആഗ്രഹത്തോടെ ആശയോടുകൂടി അവരെ
ആ നല്ല നിലയിൽ ആക്കി വെച്ചു. God with a lot of good intentions kept them in this, blessed them and kept them in such a wonderful place. പക്ഷേ അവർ ചെയ്തതാണ് മറുതലിച്ച് പിന്മാറ്റത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. But what they did was they forgot God and backslided into their sin. ഇസ്രായേൽ ജനത ശ്രേഷ്ഠ ജനമായിട്ടാണ് അറിയപ്പെടുന്നത്. The people of Israel were called the best citizens. The best citizens. മനോഹരമായ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ദൈവം അവരെ ആക്കി എന്നാണ് നമുക്ക് ഈ വായിച്ച ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. They were placed in a very beautiful place is what we read here. ആദ്യ ഭാഗത്ത് വായിച്ച അതിനൊരു വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരവും പണിത് ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരി. They were kept in a fruitful hill is what it says, and the verse says, and he fenced it and gathered out stones thereof and planted it with the choicest wine and built a tower in the midst of it and made a winepress therein, and he looked that it should bring forth grapes, but it brought forth wild grapes. അതെ, ശത്രുക്കൾ കടന്ന് ആക്രമിക്കാതിരിക്കാൻ വളരെ സുരക്ഷിതമായ രീതിയിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു എന്ന് നാം കാണുന്നു. We see that God provided every provision to keep the enemy out of it. കവർച്ചക്കാരിൽ നിന്ന് രക്ഷിക്കുന്നതിനായി, കള്ളന്മാരുടെ വരവിൽ നിന്നും രക്ഷിക്കുന്നതിനായി അവിടെ ഒരു നടുവിലൊരു ഗോപുരവും പണിതു എന്ന് നാം കാണുന്നു. We see that there is a tower in the midst of this vineyard to keep the enemies and thieves away. മുന്തിരിവള്ളി നല്ല ഫലം പുറപ്പെടുവിക്കുന്നുള്ള ആ പ്രത്യാശയിലാണ് ദൈവം അതെല്ലാം ചെയ്തത്. In the hope of bringing forth good grapes. പക്ഷേ ലഭിച്ചതോ കാട്ടുമുന്തിരി. But what he reaped was wild grapes. വില്യം മക്നഡോൺ എന്ന ദൈവദാസൻ വേദപണ്ഡിതൻ അതേപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. The great man of God William MacDonald said like this. Okay. Said like this. Yeah. God chose the best location, cultivated the land, planted it with the choicest wine, protected it and prepared a winepress in hope of a good harvest. Instead of the harvest, he expected, in bracket, obedience, thanksgiving, love, worship, service. But he found foul-smelling wild grapes. That is disobedience, rebellion, proudness, idolatry. വില്യം മക്ഡൊണാൾഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന ഒരു ഫലമാണ് ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അവിടെ അവർക്ക് ലഭിച്ചത്. Per the scholar William MacDonald, what God received was foul-smelling grapes. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രയോജനരഹിതമായി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളയുവാൻ മാത്രം ഉതകുന്ന ഒരു വസ്തുവായ ആ ഫലം തീർന്നു. In other words, God reaped useless fruit which is worthy of being thrown in the garbage. എത്ര ദുഃഖകരമായൊരു അവസ്ഥയാണ് അത്. It is such a sad state. മറ്റുള്ള ലോക മനുഷ്യർക്ക് ലഭിക്കാത്ത ഒരു വലിയ പദവിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. We are in a position that many other people in this world do not have. അവൻ നമ്മെ ഉയർത്തി, He has exalted us. അവനൊപ്പം ഇരുത്തി, He has seated us. നമ്മെ സംരക്ഷിച്ചു, He has protected us. വളർത്തി, He has nourished us. അനുഗ്രഹങ്ങൾ ഒരു വർഷം തന്നെ അവൻ നമ്മിൽ വർഷിപ്പിച്ചു. He has blessed us abundantly. മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽപ്പാൻ കഴിയത്തക്ക വിധത്തിൽ ദൈവം നമ്മെ പരിപാലിച്ച് വളർത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. God has protected and nourished us to stand strong in front of other people. ഇതിനെല്ലാം മുഖാന്തരമായത് ദൈവമാണ്. God is behind all of this. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് പലപ്പോഴും നാം ജീവിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ നാം പലപ്പോഴും ആയി പോകാറുള്ളത്. Many of us are in a state where we forget the reason behind our standing. തങ്ങൾക്കെല്ലാമായി ഇനി ആരും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാരണയിൽ അവരെത്തി നിൽക്കുന്നു. We all stand in a position and think that there's nothing that anyone else can do to us. എന്നാൽ അവർ നാശത്തിലേക്ക് വീഴുന്നതിനുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. But that kind of mentality is the first step towards destruction. ഇവിടെയും നാം വായിച്ചതും അത് തന്നെയാണ്. അവർക്ക് ഭവിച്ച നാശം എത്ര വലിയതായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക്. That is what we read about the destruction of the people of Israel. നമുക്കത് നാം വായിച്ച ഭാഗത്ത് അത് മനസ്സിലാക്കാൻ കഴിയും. We read that we understand that from the portion we read this morning. മധുരഫലം ലഭിക്കേണ്ട ഇടത്ത് ലഭിച്ചതോ കയ്പിന്റെ ഫലം. Instead of reaping sweet grapes, they received wild sour grapes. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവം അവരെ തകർത്ത് കളയുവാനാണ് ശ്രമിക്കുന്നത്. ദൈവം ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിക്കാൻ
ഫലമായി ദൈവം അവരെ വീണ്ടും ചേർത്തുകൊള്ളാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് തുടർന്ന് നാം വാക്യങ്ങൾ വായിക്കുന്നത്. But if you continue on to read that, because of what they have done, God intends to destroy them utterly. പ്രവചന 5-ാം അധ്യായത്തിന് 5, 6, 7 വാക്യങ്ങൾ നാം അത് വായിക്കുന്നു. We read that in chapter 5 verses 5, 6 and 7 in the book of Isaiah. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. And now go to I will tell you what I will do to my vineyard. I will take away the hedge thereof, and it shall be eaten up, and break down the wall thereof, and it shall be trodden down. I will lay it waste, it shall not be pruned nor digged, but there shall come up briars and thorns. I will also command the clouds that there rain no rain upon it. വലിയൊരു ഉദ്ദേശത്തോടു കൂടി ഉന്നതിയിലാക്കി വെച്ചു. പക്ഷേ അവരിൽ നിന്ന് പുറപ്പെട്ടതോ കയ്പിൻ്റെ അനുഭവം. With a lot of hope, they were kept in a very exalted place. പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ദൈവം അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. What God had hoped for, he did not get in the form of sweet fruit. എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണത്. It is such a sad state. കുപ്പയിൽ നാറ്റം വെച്ച് കിടന്നിരുന്ന നമ്മളെയും അവൻ വിളിച്ച് വേർതിരിച്ച് ഉന്നത പദവിയിലാക്കി നല്ല ഫലം കായ്ക്കും എന്ന പ്രതീക്ഷയിൽ നമ്മെ അവൻ ആക്കി വെച്ചു. We who were brought out of the dunghill were expected to propagate good fruit. എന്നാൽ നല്ല ചുറ്റുപാടുകൾ നമുക്ക് തന്നുവെങ്കിലും നമ്മെ അവൻ അനുഗ്രഹിച്ചാക്കിയെങ്കിലും നമ്മിൽ നിന്നും നാം നേരത്തെ ചിന്തിച്ച പോലെ തന്നെ കയ്പിൻ്റെ അനുഭവങ്ങളിലാണ് പലപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. Even though he expected good fruit or sweet fruit out of us, but all he received was a bitter or sour fruit from us. പക്ഷേ ഇന്ന് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ഏത് തരത്തിലുള്ളത് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. We have passed a time wherein we examine ourselves as to the kind of fruit that we what type of fruits we are producing. What type of fruit we are producing. മറ്റുള്ളവർക്കും വിശേഷിച്ച് സഹവിശ്വാസികൾക്ക് ദുഃഖം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണോ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. Are we engaged in activities that cause sadness or grief to our fellow brothers and sisters? അവരെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിക്കേൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളിലാണോ ചെയ്തികളിലാണോ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? Are we engaging in activities that causes sadness and sorrow to our brothers and sisters? നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. It's past time to examine ourselves. നാം അങ്ങനെയുള്ള പട്ടികയിലാണ് ഇന്ന് ആയിരിക്കുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യം വളരെയാണ്. If we fall into that category, it is time to bring about a change in our lives. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഒരു തിരുത്തൽ ആവശ്യമായി വരുത്തേണ്ടതുണ്ട്. If it is so, we need to bring about a change as soon as possible in our lives. ദൈവത്തിലേക്ക് ഒരു മടങ്ങിവരവ് വളരെ ആവശ്യമായിരിക്കുന്നു. A time to come back to God is very important. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടതുണ്ട്. We need to live very carefully now. കാരണം നമ്മുടെ ശത്രു വലിയവനാണ്. Because our enemy is very strong. He is very strong. Yeah. നമുക്കറിയാം നമ്മുടെ ശത്രുവായ സാത്താൻ ശക്തിയോടുകൂടി തന്നെ നമുക്ക് പോകണ്ട എന്നുള്ളത്. We all know that our enemy Satan is with us and he is very strong. അവനെ അത്ര ലൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. We cannot take it lightly. പലപ്പോഴും അവൻ നമ്മെ ആക്രമിക്കുന്നതിനും നമ്മെ വീഴ്ത്തുന്നതിനുമായിട്ടുള്ള പരിശ്രമത്തിലായിരിക്കും. Many a times he is trying to defeat us. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഒരു മുന്നറിയിപ്പ് വായിക്കുന്നുണ്ട്. We read this way in 1 Peter chapter 5 verse 8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. Be sober, be vigilant, because your adversary the devil as a roaring lion walketh about seeking whom he may devour. അത് നാം പറഞ്ഞതുപോലെ ശക്തനായ സാത്താൻ നമ്മെ വീഴിക്കുന്നതിനായി നമുക്ക് ചുറ്റും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. As we have been meditating, the Satan, our enemy, is strong and prowling around us. സാത്താന് ഒരു സാധാരണക്കാരനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ വലയിൽ വീഴ്ത്തിയതുകൊണ്ട് അവന് യാതൊരു പ്രയോജനമില്ല. Satan doesn't have much to gain by defeating a layman or a normal human being. പകരം ക്രിസ്തുവിന് വേണ്ടി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അവന് വലയിൽ വീഴ്ത്തുവാൻ കഴിഞ്ഞാൽ അവന് വലിയ കാര്യങ്ങൾ നേടുവാൻ കഴിയും.
But instead, if he is able to defeat a believer or a man of God, he has gained so much. ഇത്തരത്തിൽ സാത്താൻ വലയിൽ വീഴ്ത്തിയ നിരവധി ഭക്തന്മാരെ പറ്റി നമുക്ക് തിരുവചനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. We learn about so many such men of God who were defeated in the hands of Satan. എന്തിനു പറയുന്നു, നാം ഇന്നായിരിക്കുന്ന ഈ ലോകത്തിൽ തന്നെ നിരവധി ഭക്തർ അവൻ്റെ പിടിയിലകപ്പെട്ട് വീണുപോയതായിട്ടുള്ള ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Take it today, even today many believers have fallen into that trap of Satan. ഇവിടെ നാം ജാഗ്രതയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ ആ സാത്താൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. If we are alert and be vigilant today is how we can stay away from these traps of Satan. എഫേസ്യ ലേഖനം 6:11 സാത്താനെ എതിർത്ത് തോൽപ്പിക്കുന്നതിനുള്ള ചില വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6:11. Ephesians chapter 6 and verse 11 talks about how we can stand up against Satan. ദൈവത്തിന് സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ എന്ന് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. The apostle Paul mentions here to put on the whole armor of God. എഫേസ്യ ലേഖനം 6:11 മുതൽ 13 വരെയുള്ള ജസ്റ്റ് റീഡ് one. Chapter 6 verse 11 to 13. Put on the whole armor of God, that you may be able to stand against the wiles of the devil. For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of the world, against spiritual wickedness in high places. Wherefore, take unto you the whole armor of God, that you may be able to withstand in the evil day, and having done all, to stand. അതെ, നാം ഇവിടെ വായിച്ച ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ സാത്താൻ്റെ പിടിയിൽ നാം ആകാതിരിക്കും. As we read, if we put on the whole armor of God, we will be able to withstand the trials of Satan. ദൈവത്തിന് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിനോടൊപ്പം നിന്ന് അവന് വേണ്ടി, അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, അവനെ പ്രസാദിപ്പിക്കുന്ന പ്രവർത്തികൾ നമുക്ക് ഏർപ്പെടാം. God has called us and separated us to bring glory to His name and praise His name. അതിന് ഈ സർവായുധ വർഗം ധരിക്കേണ്ട ആവശ്യമുണ്ട്. For that we need to put on the whole armor of God. സർവായുധ വർഗം എന്താണെന്ന് ഈ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. Verses 14 through 18 talks about this armor of God, the whole armor of God. അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, ദൈവത്തിന് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് സാത്താനെ എതിർത്ത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മുമ്പോട്ട് പോകാൻ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That is what God expects of us, to put on the whole armor of God to withstand evil. സാത്താനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. We thought about Satan. അവൻ ശക്തനാണ്, he is very strong. നമ്മുടെ കർത്താവിനെ പോലും പരീക്ഷിച്ചവനാണ് അവൻ. He is someone who even tested our Lord Jesus Christ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആ സംഭവം നമുക്ക് കാണുവാൻ കഴിയും. We read that in the Gospel according to Matthew chapter 4. ദൈവത്തെ പരീക്ഷിക്കും, കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചതായിട്ടുള്ള രംഗം നമുക്ക് അവിടെ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. We see the scene of Satan tempting Jesus Christ. എന്നാൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച നമുക്ക് ഇന്ന് ആ സാത്താനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള സകല കാര്യങ്ങളും തിരുവചനത്തിൽ നമുക്ക് ലഭ്യമാണ്. We were created in the image of God. We have everything that we need to stand against Satan in the word of God. ദൈവത്തെ പ്രസാദിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് ഏർപ്പെടാം. Let's do the things that please our Lord. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ഇന്ന് നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ്. We stand here as representatives of ambassadors of Christ. Ambassadors of Christ. ഒരു അംബാസിഡർ തൻ്റെ പ്രവൃത്തി തന്നെ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്ത് ചെയ്യേണ്ട പ്രവൃത്തികൾ ആ വ്യക്തി വന്ന ആ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് നമുക്കറിയാം. When an ambassador goes to another country, he is supposed to follow the rules of the country that he came from. ഒരുപക്ഷെ അവൻ്റെ രാജ്യത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ആയിരിക്കുന്ന രാജ്യത്ത് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യക്കാർ അവനെ തിരിച്ചു വിളിക്കും. If he engages in activities that are against the laws of the land that he is in, his host country would call him back. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. We are here as representatives of God's kingdom.
അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ആ ദൈവരാജ്യത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കിവിടെ ആയിരിക്കേണ്ടതുണ്ട്. So we need to adhere to the laws of the kingdom of God. അല്ലെങ്കിൽ വരുന്ന ഫലം വളരെ ദുഃഖകരമായി തീരും. Otherwise the results will be very, very sad. അതിന് പകരമായി അവന് മഹത്വം കരയറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവൃത്തികളാണ് നാം ഏർപ്പെടുന്നതെങ്കിൽ അത് വളരെ പരാജയത്തിലേക്ക് നമ്മെ നയിക്കും. If we are in a state wherein we do not bring glory to God, that will bring to a lot of bring defeat into our lives. ഒരു അംബാസഡർ അവൻ്റെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിനുള്ള കാര്യങ്ങളായിരിക്കണം അവൻ ആയിരിക്കുന്ന രാജ്യത്തെ ചെയ്യുന്നത്. An ambassador is supposed to do good things but supposed to do about his country. An ambassador is supposed to do good for his country. നാം ഓർത്തതുപോലെ നാം കർത്താവിൻ്റെ വയൽ പ്രദേശത്തെ മുന്തിരിത്തോട്ടങ്ങളായി അവൻ നമ്മെ ആക്കിയിരിക്കുകയാണ്. As we heard that he has kept us in the vineyards of our Lord. കർത്താവിൻ്റെ ചെത്തി വെടിപ്പാക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിലെ നടുതലയായിട്ടാണ് അവൻ നമ്മെ നട്ടിരിക്കുന്നത്. He has placed us in the vineyard, in the middle of the vineyard. Best wine. As the best wine in his vineyard. നമ്മിൽ നിന്നും അപ്പോൾ അവൻ മധുരഫലം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. He expects the sweetest fruit from all of us. അവൻ്റെ അധ്വാനത്തിന് തക്ക പ്രതിഫലം നമുക്ക് കൊടുക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. We need to give in return for his hard work the best fruit. നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോവിഡിൻ്റെ പ്രതിസന്ധികൾ നമുക്കറിയാം. The challenges that we face due to this COVID pandemic. കർത്താവിൻ്റെ വരവിൻ്റെ വരവാസന്നമായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നാം നമുക്ക് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. What we see around us are signs of our Lord's coming. Second coming. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നമുക്ക് കുറെ കൂടി വാത്സല്യം, സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓർത്തു പോവുകയാണ്. Under these circumstances, instead of hardening our hearts, if we are able to be more loving, caring. Let us show our kindness and love towards others. If we can show our loving kindness and that we care for others, especially to the co-believers. Especially to our co-believers. ബഹുമാനിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാം. Let us respect those who deem respect. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. If we do that, it is equivalent to pleasing the Lord who has called us. ഒപ്പം അതിലൂടെ അവൻ്റെ സ്നേഹമത്രേ നാം മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്നത്. And also we need to exercise his love. അല്ലാതെ അതുമൂലം നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി കുറഞ്ഞു പോകുമെന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട. Let us not think that exercising this will not diminish our status or position. നമുക്കിനി ഈ ഭൂമിയിൽ അധിക കാലമില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. Something that is clear is we don't have many days in this world. ഏത് നിമിഷം ആരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. We live in an age where anybody can be taken away at any time. അവൻ പ്രസാദകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് ശേഷിപ്പിച്ച് തന്നിരിക്കുന്ന കാലം നമുക്ക് വിനിയോഗിക്കാം. Let us use the time to do things that please our Lord. ഇവിടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ജീവിച്ചിരുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർ ജീവിച്ച് അവരുടെ ജീവിതം കഴിച്ച് കടന്നുപോയി എന്ന് നമ്മെപ്പറ്റി നമ്മുടെ മരണശേഷം നമ്മുടെ കാലശേഷം മറ്റുള്ളവർക്ക് പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. It would be such a wonderful thing if people would talk about a dear brother or a sister who did such good works even after she was taken away from this world. പ്രിയപ്പെട്ട ദൈവജനമേ, മറ്റുള്ളവരുടെ കുറവുകൾ, ബലഹീനതകൾ മാത്രം കാണാതെ അവരുടെ നല്ല വശങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് ഇനിയുള്ള നാളുകൾ ശ്രമിക്കാം. Dear brothers and sisters, let us not find faults with other brothers and sisters. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മെ കാണുന്ന മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയും, ഇവർ ദൈവത്തോട് കൂടെ വസിക്കുന്ന ജനമായിട്ട്. When we practice that, others who see us will know that we practice God's word. Yes. അക്ഷരജ്ഞാനമില്ലാത്ത, പഠിപ്പില്ലാത്ത പത്രോസിനെയും യോഹന്നാനെയും കുറിച്ച് ചില കാര്യങ്ങൾ നാം തിരുവചനത്തിൽ വായിക്കുന്നു. We read about Peter and John who were not educated. Apostle Acts chapter 4:13. In Acts chapter 4 and verse 13. Now when they saw the boldness of Peter and John and perceived that they were unlearned and ignorant men, they marveled, and they took knowledge of them that they had been with Jesus.
and beholding the man which was healed standing with them, they could say nothing against it. ഓക്കെ, അവരുടെ വാക്ചാതുര്യവും അവരുടെ പ്രവൃത്തികളും കണ്ടപ്പോൾ മറ്റുള്ളവർ ചുറ്റും നിന്നവർ അവരെക്കുറിച്ച് പറഞ്ഞതാണ്, ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. When they saw of the knowledge and the authority with which they spoke, they all said these men were with God, with Jesus. നമ്മെപ്പറ്റി അത്തരം ഒരു സാക്ഷ്യം മറ്റുള്ളവർ പറഞ്ഞാൽ എത്ര നന്നായിരുന്നു. It would be such a good thing if others had this testimony about us. ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് ആയിരിക്കുന്നവരെന്ന് പറയുവാൻ, മറ്റുള്ളവർ പറയുവാൻ നമുക്ക് ആ രീതിയിലുള്ളൊരു ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. It would be such a nice thing for people to say that they have been with Jesus. Such a testimony is such a good thing. പുതിയ നിയമത്തിലെ ഒരു വേദഭാഗം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. We'll read another scripture portion from the New Testament. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. John chapter 15, 1, 2, 2, 4 and 6. We'll read John chapter 15 verses 1, 2, 4 and 6. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. എന്നിൽ വസിപ്പീൻ, 4-ാം വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. 6-ാം വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിൽ ഇടുന്നു. 1 to 6. John chapter 15 verses 1, 2 and 4 to 6. I am the true vine, and my Father is the husbandman. Every branch in me that beareth not fruit, he taketh away, and every branch that beareth fruit, he purgeth it, that it may bring forth more fruit. Verse 4. Abide in me, and I in you, as the branch cannot bear fruit of itself, except it abide in the vine. No more can you except you abide in me. I am the vine, you are the branches. He that abideth in me, and I in him, the same bringeth forth much fruit. For without me you can do nothing. If a man abides not in me, he is cast forth as a branch and is withered. And men gather them and cast them into the fire, and they are burnt. ഇവിടെ നാം വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവാകുന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നാം എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചുരുക്കമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. What we read from this portion, we understand that Jesus Christ is a true vine and we are the branches. അവനിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലം കായ്പാൻ കഴിയുള്ളൂ. Only if we abide in him can we bear good fruit. അവനിൽ വസിക്കാതെ ഇരിക്കുകയും നല്ല ഫലം കായ്ക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാകുകയെങ്കിൽ ആ കൊമ്പ് വെട്ടി മുറിച്ചു കളയുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. If we don't abide in him and are in a state of not bearing fruit, we will be cut and thrown into the fire. നാം ഓർത്ത പോലെ നമുക്ക് അവനിൽ വസിക്കാം, നമ്മുടെ സൃഷ്ടാവിന് പ്രസാദകരമായ ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളാകാം. As we read, let us abide in him and bear good fruit for our Creator. കായ്ക്കാത്ത കൊമ്പുകളുടെ അനുഭവം ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. Unlike the branch that don't bear fruit, we see their situation. നാം ഇതുവരെ ചിന്തിച്ച ഭാഗം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ചെത്തി വെടിപ്പാക്കപ്പെട്ട ഒരു നിലത്തിൽ നടുതലയായി അവൻ നമ്മെ നട്ടു. He has placed us in a vineyard with the best wine. നല്ല ഫലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ദൈവം അത് ചെയ്തത്. With the hope that we will bring forth much fruit. പലപ്പോഴും നമുക്കതിന് കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് നാം ഇന്നായിരിക്കുന്നത്. Many times we are in a situation where we are unable to bear good fruit. നമ്മുടെ തോട്ടക്കാരന് വേണ്ടി മധുരഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാം. Let us transform into a position where we bear good fruit for our husbandmen. ഇതുവരെ അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഇനി മുതൽ നമുക്ക് അതിന് ശ്രമിക്കാം. If we were not able to do so, let us try to do so in the days to come. നാം ഓർത്ത പോലെ നമുക്ക് ഈ ഭൂമിയിൽ അധിക കാലമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. We've heard about the truth that we do not have many days in this world. നമുക്ക് നമ്മുടെ ജീവിതം ജാഗ്രതയോടെ കഴിപ്പാം. Let us try and live our lives carefully. നാം ഓർത്ത പോലെ സാത്താൻ നമ്മെ വീഴ്ത്തുവാൻ നമുക്കൊപ്പമുണ്ട്. Satan is always with us to put us down. അവനൊരു അല്പം ഇടം നാം കൊടുക്കുന്നുവെങ്കിൽ അവൻ മുഴുവൻ കൈയടക്കും. If he give him little space in our lives, he will take over us. അവൻ ക്രമേണ നമ്മളെ മൊത്തമായും കയ്യിലാക്കും.
slowly He will take us over completely. യോഹന്നാന്റെ സുവിശേഷം 15 നാം ഓർത്തതുപോലെ കർത്താവിന് ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളികളായി നമുക്ക് ജീവിതം കഴിക്കാം. As we read in John chapter 15, let us be the branches that bears much fruit. അവനിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ സത്യമായി ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. Now the truth is, unless we abide in Him, we cannot do anything. നമുക്ക് അവനിൽ വസിക്കാം. Let us abide in Him. 100-60 മേനി ഫലം കായ്ക്കാം. And let us bring forth 100% yield. വചനമായ ദൈവം നമ്മെ അതിനേവർക്കും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. May the good Lord bless us and I'd like to end this. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord's name be praised.